ഹായ് കൂട്ടുകാരെ കൊണ്ട് ഒരു കൂട്ടുകാരൻ പണിതൊരു വീടിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. ഒരു വീട് പണിയണമെന്ന ആഗ്രഹം അത് പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന സമയത്ത് തൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച സഹപാഠികളായ വ്യത്യസ്ത മേഖലയിൽ നിർമ്മാണ മേഖലയിൽ പണിയുന്ന തൻ്റെ വീടിൻ്റെ നിർമ്മാണത്തിന് അവർ മാത്രം ഉപയോഗിച്ച് പണിതൊരു വീടിൻ്റെ മനോഹരമായൊരു വിശേഷങ്ങളുമായിട്ടാണ് നമ്മളുടെ വീഡിയോ. തൻ്റെ പൂർവികരുണ്ടാക്കിയ ഒരു വീടിനെ പൊളിച്ച് കളയാതെ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാതെ അതോട് കൂട്ടിച്ചേർത്ത് മനോഹരമായി എങ്ങനെ വീട് നിർമ്മിക്കാമെന്നതാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ ഫ്ലോറ് ടൈലിടുന്നുണ്ട്, ഗ്രാനൈറ്റ് ഇടുന്നുണ്ട്, മാർബിൾ ഇടുന്നുണ്ട്, അതുപോലെ തടി കൊണ്ട് ഫ്ലോർ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്ലോറിൻ്റെ വർക്കുകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. 90 ഇഞ്ചോളം വണ്ണം വരുന്ന മഹാഗണിയുടെ തടികൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഫ്ലോറിലെല്ലാം ടൈലിടുന്നത് പോലെ തന്നെ വുഡൻ പാനൽ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ രീതിയിൽ അതെങ്ങനെയൊക്കെ മനോഹരമാക്കാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് തടികളൊക്കെ ഉപേക്ഷിച്ച് ആളുകൾ മറ്റു പല മെറ്റീരിയൽസിലേക്കും പോകുമ്പോൾ എങ്ങനെ തടികൾ ഉപയോഗിച്ച് അത് ചെയ്യാം. അതിൻ്റെ ഫ്ലോറുകളും സ്റ്റെയർ കേസും ഒക്കെ വളരെ മനോഹരമായിട്ടാണ്. ആംഗ്ലേറയിലും സ്ക്വയർ പൈപ്പിലേക്കും അടിച്ച പലക പാനൽ ചെയ്ത സ്റ്റെയർ കേസൊക്കെ നമ്മൾ ഇതിനു മുമ്പ് എന്നാൽ ഇവിടെ നമ്മൾ കോൺക്രീറ്റിലാണ് ഈ തടി കൊണ്ട് പാനൽ ചെയ്ത് ഈ സ്റ്റെയർ കേസും അതിൻ്റെ ഹാൻഡ് റെയിലും ഒക്കെ മനോഹരമാക്കിയിരിക്കുന്നത്. അതുപോലെ ആ വീടിനിണങ്ങുന്ന ചെറിയ പൂജാ റൂമുകളാണ് ഇതിനു വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ആണെങ്കിലും മുറ്റത്ത് ചാരുപടികളും TV സ്റ്റാൻഡും ഒക്കെ വളരെ ലളിതമായ രീതിയിലാണ് അവർ അതിനകത്ത് വേണമെന്ന് പറഞ്ഞിരിക്കുകയും നമ്മളതനുസരിച്ച് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ കോർണർ സെറ്റുകളൊക്കെ ആ റൂമിൻ്റെ അളവെടുത്ത് അതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ചെയ്ത സെറ്റുകളാണ് കേട്ടോ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ കബോർഡുകൾക്കൊക്കെ ബീജ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് വശവും നമുക്ക് വീടിൻ്റെ നിർദ്ദേശമായിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് എൻ്റെ നിർമ്മാണം കേട്ടോ. ഇതാണ് നമ്മളുടെ ശരിക്കും കിഴക്ക് വശത്തു നിന്നുള്ള വീടിൻ്റെ ദർശനം. നമ്മൾ സൈഡെല്ലാം ജിപ്സത്തിൻ്റെ ബോർഡും അതിൻ്റെ നടുഭാഗം വരുന്ന ഭാഗങ്ങളിലേക്ക് WPCയുടെ വാൽപാന ലൂറുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആ പാർട്ടി യൂണിറ്റിൽ നമ്മൾ സൈഡൊക്കെ ലൂറുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ചെറിയ കിച്ചൺ മതിയെന്നായിരുന്നു അവരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം. അപ്പോൾ അതനുസരിച്ചുള്ള ചെറിയ കിച്ചണായിട്ട് വളരെ സൗകര്യങ്ങളൊന്നും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു കിച്ചണാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കിച്ചണിലെ ബോക്സുകളൊക്കെ നമ്മൾ അടിച്ചിരിക്കുന്നത് മൾട്ടിവുഡിനാണ്. മൾട്ടിവുഡ് ബോക്സ് വെച്ച് സ്ലാബുകൾ ഫിറ്റ് ചെയ്ത് അതിന് പുറമെ വരുന്ന ഡോറുകളെല്ലാം WPCയുടെ ഗ്രേ ഷീറ്റുകളാണ് നമ്മൾ ഡോറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ടാൻഡം ബോക്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാത്തിനും. അപ്പോൾ വളരെ ഭംഗിയോടുകൂടി എടുക്കാവുന്ന രീതിയിലുള്ള ഡോറുകളും സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസുകളാണ് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മൾ സ്റ്റെയർ കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുമ്പോൾ ഇവിടെയാണ് കേട്ടോ ഒരു പ്രത്യേകത. ഇവിടുത്തെ ഫ്ലോറും നമ്മൾ വുഡനിൽ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ നോക്കിയുള്ളൂ. നമ്മൾ ടൈൽ ചെയ്തിരിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് വുഡൻ ഉപയോഗിച്ച് പഴയതും പുതിയതുമായ തടികൾ ഇടകലർത്തിയാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭാഗങ്ങളെല്ലാം ഇതിൻ്റെ സൈഡ് ഒരു ബോർഡറായിട്ട് ടൈലുകൾ കൊടുത്തിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ ഉടൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഏറ്റവും ആകർഷകമായ ഒന്നാണ് നമ്മൾ ഈ മുകൾ വശത്ത് മച്ച് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ത്രാനെല്ലാം ഇട്ട് കഴികളൊക്കെ അടിച്ച് പലകകൾ അടിച്ച് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗമൊക്കെ ഒരു പഴയ വീടിൻ്റെ അല്ലെങ്കിൽ ആ വീട്ടിൽ കൂടെ നമ്മൾ നടക്കുന്നതിൻ്റെ അതേ ഫീലിങ്സ് തന്നെ കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഭാഗങ്ങളെല്ലാം ഈ പഴയ വീട് പൊളിച്ച് റിനോവേഷൻ ചെയ്യുന്ന സമയത്ത് ആ പഴയ വീടിൻ്റെ ഭാഗമായിട്ട് അത് നശിപ്പിച്ച് കളയാതെയാണ് നമ്മൾ ഈ വീടിൻ്റെ മച്ചുകൾ ഇവിടെ ഭംഗിയായിരിക്കുന്നത്. ഡ്രസ്സുകളൊക്കെ വയ്ക്കാനായിട്ടൊരു വാൾഡ്രോബുണ്ട്. ആ വാൾഡ്രോബിൻ്റെ നേരെ എതിർ സൈഡിലായിട്ട് നമുക്ക് ഇരുന്ന് പഠിക്കുന്നതിനും ഒക്കെ ആവശ്യമായ രീതിയിലൊരു ടേബിൾ അത് നമ്മൾ ഈ മൾട്ടിവുഡിനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു സൈഡിൽ വാൾഡ്രോബിന് തന്നെ
സ്റ്റഡി ടേബിളും കൂടെ ഇതിൻ്റെ കൂടുതൽ തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇട്ടിരിക്കാം അവിടെ തന്നെ നമുക്ക് പുസ്തകങ്ങൾ വെക്കുന്നതിന് അവർക്ക് അവരുടെ ബുക്സ് ഒക്കെ വെക്കുന്നതിനുള്ള രീതിയിലാണ് അത് തയ്യാർ ചെയ്തിരിക്കുന്നത്. സ്റ്റെയറുകൾ തടി കൊണ്ട് തന്നെ തീർത്ത ഏറ്റവും ടോപ്പ് വരെ വുഡനാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിപ്പോൾ കാണുന്നില്ലാത്ത, നമ്മൾക്ക് പണിയുന്ന പുതിയ വീടുകളിലൊന്നും കാണാത്ത ഒന്നാണ് വുഡൻ ഹാൻഡ് റെയിലും സ്റ്റെയർ കേസും. അപ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ തടി കൊണ്ട് നിർമ്മിച്ച ഹാൻഡ് റെയിലും സ്റ്റെയർ കേസും ഈ ഗ്രൗണ്ട് ഫ്ലോറുകളുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ വന്ന വിശേഷങ്ങളുള്ള വീട് എന്ന് പറഞ്ഞതിലെ വിശേഷങ്ങൾ നമ്മൾ കുറേ കണ്ടു കഴിഞ്ഞു. അതിനകത്ത് ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് ഈ വീട് പണിക്ക് വേണ്ടിയിട്ട് സാധാരണ വീട്ടുകാരൻ ഒരു വീട് പണിയുന്നതിന് വേണ്ടിയിട്ട് അന്വേഷിക്കുമ്പോൾ എഞ്ചിനീയറെ സമീപിക്കുന്നു. അത് കഴിഞ്ഞ് എഞ്ചിനീയർ പറയുന്ന ആളുകളെ ഒക്കെ ആയിരിക്കും കൂടുതലും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പണിയാനൊക്കെ ഏൽപ്പിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തൻ്റെ കൂടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിച്ച കൂട്ടുകാരെ ആണ് ഈ വീടിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഓരോ ഘട്ടത്തിലും അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൽപ്പണി ചെയ്യുന്ന മേസ്ത്രി ആണെങ്കിലും മരപ്പണി ചെയ്യുന്ന ആളാണെങ്കിലും മരപ്പണി ചെയ്തിരിക്കുന്നതും അതിൻ്റെ ഇൻറ്റീരിയർ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മളാണല്ലോ. അപ്പോൾ നമ്മൾ പണിതൊരു വീടാണ്. അപ്പോൾ അതിൽ തന്നെ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ റീൽസൊക്കെ ഇടുമ്പോഴും വീഡിയോ ഒക്കെ ഇടുമ്പോഴും ചിലരൊക്കെ കമൻറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വല്ല പണിയാനും പോയി കൂടാവേ എന്നൊക്കെ. അപ്പം നമ്മളുടെ വർക്കാണിത്, നമ്മൾ ചെയ്ത വീടിൻ്റെ വർക്ക് കൂടിയാണിത്. അപ്പോൾ അതുപോലെ തന്നെ പെയിൻറ് ചെയ്യുന്ന വിഭാഗത്തിലാണെങ്കിലും കൂടെ പഠിച്ച ഒരാളെ തന്നെ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ വയറിങ്, പ്ലംബിങ്, അങ്ങനെ റൂഫ് വർക്ക് എല്ലാം കൂടത്തിൽ പഠിച്ച സഹപാഠികളെ കൊണ്ട് മാത്രം പണിത ഒരു മനോഹരമായ വീടാണിത്. അതുകൊണ്ട് തന്നെ പണിത ഓരോരുത്തർക്കും അവർക്ക് അവരുടെ ആത്മാർത്ഥതയോടു കൂടിയുള്ള പ്രവർത്തനം നമുക്ക് ഈ വീടിൻ്റെ ഓരോ ഭാഗങ്ങളിലും കാണാൻ കഴിയും. എല്ലാ വർക്കുകളും അത്രയ്ക്ക് നല്ല രീതിയിലാണ് അവർ ഓരോരുത്തരും പൂർത്തീകരിച്ചിരിക്കുന്നത്. കൂട്ടുകാരെയും നാട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം വളരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന, സ്നേഹം തുളുമ്പുന്ന കഴിക്കാൻ പറ്റുന്ന വീട്ടിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ പങ്കുവച്ചത്. അതുപോലെ നമ്മൾ പണിത മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.